ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്നൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഉള്ളിച്ചമ്മന്തി. അപ്പോൾ സാധാരണ ചമ്മന്തികളിൽ നിന്നുമൊക്കെ എൻ്റെ ഫേവറേറ്റ് ഈ ഉള്ളിച്ചമ്മന്തിയാണ്. അപ്പോൾ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ അതിനടുത്തായ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനാവശ്യമായ കുറച്ച് സാധനങ്ങൾ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. ഇനി എണ്ണ ചൂടാവുമ്പോൾ ആദ്യം കുറച്ച് വറ്റൽമുളക് ഒന്നങ്ങ് വറുത്തെടുക്കണം. അപ്പം നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് എടുക്കാം. അപ്പം ഇത് എരിവുള്ള മുളകാണേ, അതുകൊണ്ട് തന്നെ ഞാനൊരു 7 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് വീർത്ത് വരുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇനി സാധാരണ വലിയ എരിവില്ലാത്ത മുളകാണെങ്കിൽ നിങ്ങൾക്കൊരു 10 എണ്ണം വരെ എടുക്കാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഒരു 2 നുള്ള് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉഴുന്നുകൂടി ഒന്നങ്ങ് മൂത്ത് വരുമ്പോൾ ഒരു 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും. ഇനി ഇതിൽ ഒരു 20 ചുവന്നുള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ ഒരു 2 വലിയ സവാള സ്ലൈസ് ചെയ്തതും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ സവാള ഒരു ബ്രൗൺ ഷെയ്ഡ് ആയപ്പോൾ 2 വലിയ തക്കാളി മുറിച്ചത് ചേർക്കാം. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നങ്ങ് വഴറ്റിയിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ കണ്ടോ, ഇത്രയും മതി. ഇനി ഇതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ വറുത്തെടുത്ത മുളക് കൂടി ചേർത്ത് അരയ്ക്കണം കേട്ടോ. ഇനി ആ സെയിം കടായിലേക്ക് തന്നെ കുറച്ചുകൂടി എണ്ണ ചേർത്ത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, അപ്പോൾ ഉഴുന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇത്തിരി ഉണക്കമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്യണേ. ഒരുപാട് വെള്ളം ചേർത്ത് ലൂസാക്കണ്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി, തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഓണിയൻ ചട്നി അഥവാ നമ്മുടെ സ്വന്തം നാടൻ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ സൂപ്പർ കോമ്പിനേഷൻ ആണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.